നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 22 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ യേശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരും നിരന്തരമായ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നവരുമായിരിക്കാം. ഉടനെ നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ തോന്നാവുന്നൊരു ചിന്തയാണ്, നമുക്ക് ദൈവത്തെ അറിയാം, നമ്മൾ കർത്താവിലാണ് വസിക്കുന്നതെന്ന്. ഇന്ന് 2 വായനകളിലൂടെ, ആദ്യ വായനയിലൂടെയും സുവിശേഷത്തിലൂടെയൊക്കെ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ, നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞവരാണോ? അങ്ങനെയാണെങ്കിൽ അറിഞ്ഞവർക്കുള്ള കർത്താവിൽ വസിക്കുന്നവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ ആദ്യ വായനയിൽ നമ്മൾ ശ്രവിച്ചു. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഈശോയിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, നമ്മൾ ഈശോ അറിഞ്ഞവരാണ് എങ്കിൽ യേശു നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കണം. ഈശോ നടന്നത് കാൽവരിയിലൂടെ ഉള്ള വഴിയിലൂടെയാണ്, സഹനത്തിൻ്റെ വഴിയിലൂടെയാണ്, അനുസരണത്തിൻ്റെ വഴിയാണ്, വിശുദ്ധിയുടെ വഴിയാണ്, ദൈവസ്നേഹത്തിൻ്റെ വഴിയാണ്, ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഈശോ നടന്നത്. അപ്പോൾ നാം യേശുവിലാണ് വസിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, യേശുവിനെ അറിയുന്നവരാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഈശോ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഈശോ നടക്കേണ്ട വഴിയിലൂടെ, അല്ലെങ്കിൽ ഈശോ നടന്ന വഴിയിലൂടെയല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടമനുസരിച്ചും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈശോയുടെ വഴിയിലൂടെയല്ല നാം നടക്കുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരല്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുകയാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കും, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ കർത്താവിൽ വസിക്കുന്നവൻ കൽപ്പനകൾ കേൾക്കുമല്ല, അത് വായിക്കുമല്ല, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു അത് അനുസരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനുസരണം ദൈവത്തെ അറിഞ്ഞു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. ദൈവവചനത്തെ മനസ്സിലാക്കിയതിൻ്റെ അടയാളം ആ വചനം അനുസരിച്ച് ജീവിക്കുക എന്നാണ്.
അതുതന്നെയാണ് സുവിശേഷത്തിൽ വരുമ്പോൾ നമ്മൾ കാണുക. ആ നിയമം അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച്, മോശയുടെ നിയമം അനുസരിച്ച് യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്നു സമർപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് നിയമം അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ആ നിയമം അനുസരിക്കാനും കൂടി അവർ തയ്യാറായി എന്നുള്ളതാണ്. ഇനി യോഹന്നാൻ ശ്ലീഹ അങ്ങോട്ട് പോകുമ്പോൾ അല്പം കൂടിയും ശക്തമായും കഠിനമായും ഭാഷയിലാണ് മുന്നോട്ട് സംസാരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയും, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ സ്വന്തം സഹോദരനെയും സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും, എന്നാൽ ഞാൻ പ്രകാശത്തിലാണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ്, ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ ഞാൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും, എന്നാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിലാണ് വ്യാപരിക്കുന്നത്. വെറുപ്പ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്, സ്വാർത്ഥത അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്, അഹങ്കാരം അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ നമുക്ക് സഹോദരങ്ങളോട് സ്നേഹമില്ലാത്തതൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്, അതായത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഒരുവൻ പറയുകയും, വെളിച്ചത്തിലാണെന്ന് ഒരുവൻ പറയുകയും, എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അന്ധകാരത്തിൻ്റെ പൈശാചിക പ്രവൃത്തികളാണ്, വെറുപ്പിലാണ്, ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അവൻ കള്ളം പറയുകയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ജീവിതത്തിൻ്റെ പല ഏടുകളിലും കള്ളം പറയുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദിനത്തിന് ശിമയോൻ പ്രവചിച്ചിങ്ങനെയാണ്, യേശുവിൻ്റെ വരവിൽ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും, ഇവർ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങൾ പോലും വെളിപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിന്നിൽ പ്രകാശത്തിലാണോ, നീ പ്രകാശത്തിലാണോ, അത് അന്ധകാരത്തിലാണോ എന്ന് കർത്താവിൻ്റെ ദിനത്തിൽ ഇതെല്ലാം വെളിപ്പെടും. ഉണ്ട് സ്വന്തം സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുകയും ചെയ്താൽ, യോഹന്നാൻ ശ്ലീഹ വളരെ സ്പഷ്ടമായിട്ട് പറയാണ്, നമ്മൾ കള്ളം പറയുക, നമ്മൾ കർത്താവിലല്ല വസിക്കുന്നത്, മറിച്ച് പിശാചിൽ വസിക്കുന്നവരാണ്. കാരണം വെറുപ്പ് പിശാചിൻ്റെ വഞ്ചനയാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. കാരണം ദൈവനാമത്തിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിന് കാരണം വെറുപ്പ് ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ നാം അവൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുമെന്ന് നമുക്കറിയാലോ. പൗലോസ് ശ്ലീഹ നമുക്കറിയാലോ വെറുപ്പ് പിശാചിൻ്റെ വഞ്ചനയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ക്ഷമിക്കുന്നത്. അതല്ല എങ്കിൽ ഞാൻ അവൻ്റെ വഞ്ചനയിൽ പെടുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. നമുക്കിത് അറിയാമെങ്കിൽ നമ്മൾ ക്ഷമിക്കുകയല്ല, എന്നിട്ട് നമ്മൾ പിശാചിൻ്റെ വഞ്ചനയിൽ അങ്ങനെ തുറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിന് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട്, നമ്മുടേതായ കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കില്ല എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമുക്ക് പറയാൻ നമ്മുടേതായ കാരണങ്ങളുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വെളിച്ചത്തിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുന്ന ഒരുവന്, ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാരണവും വെറുക്കാനുള്ള കാരണമായിട്ട് അവശേഷിക്കുന്നില്ല. കാരണം ഈശോ തൻ്റെ ബലി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് കാൽവരിയിൽ 2 കരങ്ങളും വിരിച്ചു പിടിച്ച് അല്ലെങ്കിൽ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവർ, എന്നെ മുറിപ്പെടുത്തിയവർ, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ, എൻ്റെ പേരിനെ കളങ്കം വരുത്തിയവർ, എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർ, എൻ്റെ താടിമീശ പിടിച്ചു പറിച്ചവർ, എൻ്റെ ശിരസ് മുതൽ ഉഴവുചാൽ വരെ പാദം വരെ ഉഴുതു മറിച്ചവർ, എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ അതാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിൽ, സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രകാശത്തിൽ നടക്കുന്നവന് അന്ധകാരത്തിൽ നടക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുകയല്ല. പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറും. ഇല്ലാത്തിടത്താണ് അന്ധകാരമുള്ളത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സ്നേഹമില്ലാത്തിടത്താണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുക. അതുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയം, ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലാണോ, ഈശോ നടന്ന വഴിയിലൂടെയാണോ ഞാൻ നടക്കുന്നത്, അതോ ഇന്നും പ്രകാശത്തിലാണ് എന്ന് പറയുകയും എന്നാൽ പ്രവർത്തികൾ അന്ധകാരത്തിൻ്റെതാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.